നമസ്കാരം. ആനന്ദ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചരണം ആരംഭിച്ചു. പ്രചരണ തുടക്കം പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിലെത്തി വണങ്ങി. നിലമ്പൂരിൽ സ്വതന്ത്രനായി PV അൻവറിനെ മത്സരിപ്പിക്കുമെന്ന് സൂചന നൽകി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനോട് ഒരു ഒത്തുതീർപ്പും വേണ്ടെന്ന കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി US-ലെത്തി. മിശ്രിയുടെ ത്രിദിന സന്ദർശനം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ച. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം കൂടിക്കാഴ്ചയ്ക്കിടെ വിശദീകരിക്കുകയും ലക്ഷ്യം. ഭീകരത വളർത്തുന്ന ശക്തികൾക്കെതിരെ പാകിസ്ഥാൻ ജനത മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് അതിർത്തിയായ കച്ചിലെ ഭുജിൽ 50,000 കോടിയിലേറെ രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സജീവ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം 1000 കടന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് കേസുകൾ 1009 ഈ മാസം മരണപ്പെട്ടത് 7 പേർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യ സന്ദർശനം റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രോഗബാധ കാരണമെന്ന് റിപ്പോർട്ട്. ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി വിദേശത്തു നിന്നും 10 ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി അൽ റബിയ. ദുബായിൽ ജലഗതാഗത സ്റ്റേഷനുകളുടെ കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. UAE-യിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധ്യത പരിശോധിക്കാൻ ഡിജിറ്റൽ സേവനം ആരംഭിച്ച് മാനവശേഷി മന്ത്രാലയം. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനായി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പ്രചരണം ആരംഭിച്ചു. പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിലെത്തി വണങ്ങിയായിരുന്നു പ്രചരണ തുടക്കം. അതേസമയം നിലമ്പൂരിൽ സ്വതന്ത്രനായി PV അൻവറിനെ മത്സരിപ്പിക്കുമെന്ന സൂചന നൽകി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ടെന്ന കടുത്ത നിലപാടിലേക്ക് എത്തുകയാണ് കോൺഗ്രസും. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെ പരസ്യമായി PV അൻവർ അപമാനിച്ചെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ പ്രസ്താവന അവമതിപ്പുണ്ടാക്കിയെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. ഇനിയൊരു ഒത്തുതീർപ്പ് പ്രസക്തമല്ലെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം. ഒത്തുതീർപ്പിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി 3 ദിവസത്തെ സന്ദർശനത്തിനായി US-ലെത്തും. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ US സന്ദർശനത്തിന്റെ തുടർച്ചയെന്നോണമാണ് മിശ്രിയുടെ സന്ദർശനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. US പ്രതിനിധികളുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം കൂടിക്കാഴ്ചയ്ക്കിടെ മിശ്രി വിശദീകരിക്കുമെന്നും പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത ശേഷം India-US ബന്ധത്തിൽ പ്രകടമായ ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള നീക്കങ്ങളും മിശ്രി നടത്തുമെന്നും പ്രതീക്ഷയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ സജീവ കോവിഡ് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസം 1009 എത്തി. ഈ മാസം 7 പേർ മരിച്ചെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ രാജ്യത്ത് കൂടിയത് 752 കേസുകളാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും അധികം സജീവ കേസുകൾ കേരളത്തിലാണ്. മൊത്തം 430 എണ്ണം. ഇതിൽ 355 കേസുകളും കഴിഞ്ഞ 6 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തതാണ്. സംസ്ഥാനത്ത് 2 പേരാണ് ഇതിനകം മരിച്ചത്. 209 കേസുകളോടെ മഹാരാഷ്ട്ര 2ാം സ്ഥാനത്ത്. ഇതിൽ 153 എണ്ണവും ഒരാഴ്ചക്കിടെയാണ്. 4 മരണവും ഉണ്ടായി. കർണാടകയിലും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭീകരത വളർത്തുന്ന ശക്തികൾക്കെതിരെ പാകിസ്ഥാൻ ജനത മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പാക് അതിർത്തിയായ കച്ചിലെ ഭുജിൽ 50,000-ലേറെ കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയായ ശേഷം 11 വർഷം പിന്നിടുന്ന ദിവസമാണ് മോദി ഗുജറാത്തിലെത്തിയത്. ഭീകരത പാകിസ്ഥാന്റെ സർക്കാരിനും സൈന്യത്തിനും ധനാഗമന മാർഗമാണെന്നും ഇതിനെതിരെ പാക് ജനത മുന്നോട്ട് വരണമെന്നും അപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്നും പാക് ജനതയോട് മോദി ആഹ്വാനം ചെയ്തു. അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ വെടിയുണ്ട നേടേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് നൽകിയാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. കേരളത്തിനൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി കോൺഗ്രസ് ലോക്സഭാ ഉപകക്ഷി നേതാവ് ഗൗരവ് ഗൊഗോയിയെ നിയമിച്ചു. BJP മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കടുത്ത എതിരാളിയായാണ് ഗൊഗോയിയെ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി നിൽക്കുന്ന നേതാവാണ് ഗൊഗോയ്. അസം പാർട്ടി അധ്യക്ഷനൊപ്പം 3 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. AICC സെക്രട്ടറിയായിരുന്ന റോസിലിന ടർക്കി, ജാക്കിർ ഹുസൈൻ സിക്ദർ, പ്രദീപ് സർക്കാർ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. ആയിരക്കണക്കിന് ആളുകൾ പങ്കുവച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ തയ്യാറാക്കിയത് കരസേനയിലെ 2 ഓഫീസർമാർ തന്നെയെന്ന് പുതിയ റിപ്പോർട്ട്. ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത, ഹവിൽദാർ സുരീന്ദർ സിംഗ് എന്നിവരാണ് ലോഗോ തയ്യാറാക്കിയതെന്നാണ് സേന പുറത്തുവിട്ട വിവരം. സേനയുടെ പ്രതിമാസ പ്രസിദ്ധീകരണത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. മെയ് 7 രാത്രി 1:05 ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ സേനാ മേധാവികൾ സൗത്ത് ബ്ലോക്കിലെ കരസേനയുടെ സംവിധാനത്തിൽ തത്സമയം നടപടി വീഴ്ചയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യ സന്ദർശനം അസുഖബാധിതനായ തുടർന്ന് റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ വിശദീകരണം. ഇന്നു മുതൽ 29 വരെ മോസ്കോയിൽ നടക്കുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഉന്നതതല സമ്മേളനത്തിൽ അജിത് ഡോവൽ പങ്കെടുക്കുമെന്നായിരുന്നു വിവരം.
റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 അവശേഷിക്കുന്ന 2 വേഗത്തിൽ ലഭ്യമാക്കുന്ന വിഷയവും ചർച്ച ചെയ്യുവാനാണ് ഡോവൽ റഷ്യയിലെത്തുക എന്നായിരുന്നു സൂചനകൾ. തദ്ദേശീയമായി നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ ഗുജറാത്തിലെ ദാഹോദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. 3 വർഷം മുമ്പ് പ്രധാനമന്ത്രി ദാഹോദിൽ തറക്കല്ലിട്ട ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഫാക്ടറി ഉൽപ്പാദിപ്പിച്ച ആദ്യ എഞ്ചിനാണ് ഇത്. 4500 മുതൽ 5000 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒറ്റ എഞ്ചിന് 120 കിലോമീറ്റർ വരെയാണ് വേഗം. ചരക്ക് നീക്കം സുഗമമാക്കാൻ പുതിയ എഞ്ചിനുകൾ സഹായിക്കും. ജർമ്മൻ കമ്പനിയായ സീമെൻസുമായി ചേർന്ന് 20,000 കോടി രൂപ ചെലവിലാണ് ദാഹോദിൽ ഫാക്ടറി സജ്ജമാക്കിയത്. രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് നീക്കവുമായി റിസർവ് ബാങ്ക്. ഇന്ത്യൻ ബാങ്കുകൾക്ക് അതത് രാജ്യങ്ങളിലെ ശാഖകൾ വഴി അവിടുത്തെ ഉപഭോക്താക്കൾക്ക് രൂപയിൽ വായ്പ അനുവദിക്കുന്നതിനാണ് RBI കേന്ദ്രത്തിൻ്റെ അനുമതി തേടിയത്. ഇതാദ്യമായാണ് വിദേശത്ത് ഇന്ത്യൻ രൂപയിൽ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ. വ്യാപാരത്തിനായി രൂപയുടെ സ്വീകാര്യതയും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെടുത്തത്. RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് തൻ്റെ മകൻ തേജ് പ്രതാപ് യാദവിനെ കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി വെറും നാടകമാണെന്നും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആരോപണം ശക്തം. തേജ് പ്രതാപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അകന്നു കഴിയുന്ന ഭാര്യ ഐശ്വര്യ റായിയാണ് ഭർത്തൃപിതാവിൻ്റെ നടപടിക്കെതിരെ പരിഹാസവും വിമർശനവുമായി രംഗത്തെത്തിയത്. തേജ് പ്രതാപിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണ്. 12 കൊല്ലമായി താൻ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള തേജ് പ്രതാപിൻ്റെ വിവാദ ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നാലെയാണ് ലാലു മകനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയത്. ഇനി ഗൾഫ് ന്യൂസിലേക്ക്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി വിദേശത്തു നിന്നും സൗദിയിൽ 10 ലക്ഷത്തിലധികം തീർത്ഥാടകരെത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി അൽ റബിയ. ഇതുവരെ എത്തിയ ഹജ്ജ് തീർത്ഥാടകരിൽ 47% സ്ത്രീകളും 53% പുരുഷന്മാരുമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൽ റബിയ കണക്കുകൾ വ്യക്തമാക്കി. ഇതുവരെ തീർത്ഥാടകർക്ക് 1.4 ദശലക്ഷം നുസുക്ക് കാർഡുകൾ വിതരണം ചെയ്തു. ഇതിൽ 94% പേർ വിമാനമാർഗവും 4.83% പേർ കരമാർഗവും 0.5% പേർ കപ്പൽ മാർഗവുമാണ് ഇതുവരെ പുണ്യഭൂമിയിലെത്തിയത്. മക്ക റോഡ് സംരംഭം വഴി 2,49,400 തീർത്ഥാടകരെത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുബായിൽ ജലഗതാഗത സ്റ്റേഷനുകളുടെ കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറീന പ്രൊമനേഡ്, മറീന ടെറസ്, മറീന വോക്ക്, മറീന മാൾ 1 എന്നീ 5 സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നവീകരിച്ചത്. എല്ലാ സ്റ്റേഷനുകളിലും ശീതീകരണവും ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത അബ്രയുടെ രൂപത്തിൽ നിർമ്മിച്ച സ്റ്റേഷനുകൾ ദുബായിയുടെ സമുദ്ര പാരമ്പര്യവും ആധുനികതയും ഒരുമിച്ച് കൊണ്ടുവരുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തത്. UAEയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കാൻ ഡിജിറ്റൽ സേവനം ആരംഭിച്ച് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജീവനക്കാർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ അസലാണോ വ്യാജമാണോ എന്നറിയാനുള്ള സേവനം കമ്പനി ഉടമകൾക്ക് പ്രയോജനപ്പെടുത്താം. അടുത്ത ഘട്ടത്തിൽ രാജ്യത്തിനകത്തു നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റുകളും ഇതുവഴി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയമായി സഹകരിച്ചാണ് പദ്ധതി. മക്കയിൽ തീർത്ഥാടകരുടെ ആരോഗ്യ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഭക്ഷ്യസ്ഥാപനങ്ങളിലും മരുന്നുൽപാദന സംഭരണ വിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ഊർജിതമാക്കി. മക്കയിലും മദീനയിലുമായി ഇതിനകം 1329 പരിശോധനകൾ നടത്തിയതിൽ 349 നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമം ലംഘിച്ച 44 വെയർ ഹൗസുകൾ അടപ്പിച്ചു. ഇനി GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്: ഒരു സൗദി റിയാൽ 22.74 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.22 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 278.31 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 221.59 ഇന്ത്യൻ രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിൻ്റെ പ്രചരണം ആരംഭിച്ചു. പ്രചരണ തുടക്കം പിതാവ് ആര്യടൻ മുഹമ്മദിൻ്റെ ഖബറിലെത്തി വണങ്ങി. നിലമ്പൂരിൽ സ്വതന്ത്രനായി PV അൻവറിനെ മത്സരിപ്പിക്കുമെന്ന് സൂചന നൽകി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനോട് ഒരു ഒത്തുതീർപ്പും വേണ്ടെന്ന കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി US-ലെത്തി. മിശ്രിയുടെ ത്രിദിന സന്ദർശനം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിൻ്റെ തുടർച്ച. പാൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം കൂടിക്കാഴ്ചയ്ക്കിടെ വിശദീകരിക്കുകയും ലക്ഷ്യം. ഭീകരത വളർത്തുന്ന ശക്തികൾക്കെതിരെ പാകിസ്ഥാൻ ജനത മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് അതിർത്തിയായ കച്ചിലെ പുജിൽ 50,000 കോടിയിലേറെ രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സജീവ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം 1000 കടന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് കേസുകൾ 1009 ഈ മാസം മരണപ്പെട്ടത് 7 പേർ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റഷ്യ സന്ദർശനം റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രോഗബാധ കാരണമെന്ന് റിപ്പോർട്ട്.
ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി വിദേശത്തു നിന്നും 10 ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി അൽ റബിയ. ദുബായിൽ ജലഗതാഗത സ്റ്റേഷനുകളുടെ കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. UAE-യിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ വിദേശ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ സാധ്യത പരിശോധിക്കാൻ ഡിജിറ്റൽ സേവനം ആരംഭിച്ച് മാനവശേഷി മന്ത്രാലയം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.